ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു ആമ്പൽ വെറൈറ്റിയാണ്. ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു ആമ്പൽ വെറൈറ്റിയാണിത്. ഒരു ഗാർഡനിൽ നിൽക്കുന്ന കണ്ടിട്ട് എന്നെ ഇഷ്ടം തോന്നിയിട്ട് വാങ്ങിച്ചതാണ്. ഇന്ന് 250 രൂപയ്ക്ക് ഞാനൊരു പൂക്കളോട് കൂടിയ ഒരു തൈയാണ് വാങ്ങിച്ച് നട്ടത്. ഇത് നടേണ്ട എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കതുവരെ അറിയാൻ വയ്യായിരുന്നു. അവിടുത്തെ ഗാർഡനർ പറയുന്നതനുസരിച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് ടബ് വാങ്ങിച്ചിട്ട് അതിനകത്ത് ഒരു ലെയർ, ആദ്യത്തെ ലെയർ ചാണകപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ സാധാരണ മണ്ണിട്ട് നല്ല ഉറപ്പിച്ചിട്ട് അതിനകത്താണ് ഈ തൈ നട്ടത്. പക്ഷേ നല്ല രീതിക്ക് തന്നെ ഈ ചെടി നമുക്ക് പിടിച്ച് കിട്ടുകയാണ് ചെയ്തത്. പിന്നെ അതിന് ശേഷം ഇത് നല്ല ചെടിയൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നതിന് ശേഷം തന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ പൂക്കൾ തരുന്നുണ്ട്. ഇതിൻ്റെ വെറൈറ്റിയുടെ പേരൊന്നും പുള്ളിക്ക് അറിയാൻ വയ്യായിരുന്നു. പിന്നെ ഇപ്പോഴും എനിക്ക് വെറൈറ്റിയുടെ പേരൊന്നും അറിയാൻ വയ്യ. പിന്നെ ഞാൻ പല വീഡിയോകളിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഇതൊരു ഹാർഡി വെറൈറ്റി ആണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആമ്പലിൽ ഹാർഡി, ട്രോപ്പിക്കൽ എന്ന് പറയുന്ന 2 വെറൈറ്റിയാണുള്ളത്. ഹാർഡി വെറൈറ്റി എന്ന് പറയുമ്പോൾ പൊതുവേ പൂക്കൾ കുറവായിരിക്കുകയും ചെയ്യും. പക്ഷേ ട്രോപ്പിക്കൽ ആകുമ്പോഴത്തേക്കും ഇഷ്ടം പോലെ പൂക്കളുണ്ടാകും. ഈ ഹാർഡി വെറൈറ്റിയൊക്കെ കൂടുതലും ഉഷ്ണമേഖലാ പ്രദേശത്താണ് ഉണ്ടാകുന്നത്. അത് നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല രീതിയിൽ ഫ്ലവറിങ് തരും. നമ്മുടെ നാട്ടിലധികം ഫ്ലവറിങ് കുറവായിട്ടാണ് കാണുന്നത്. പക്ഷെ നല്ല പരിചരണം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൂക്കൾ തരുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വെറൈറ്റി എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇത് ഹാർഡി വെറൈറ്റിയാണെന്ന് മനസ്സിലാകാൻ കാര്യം ഇതിൻ്റെ ഇലയുടെ പ്രത്യേകതയാണ്. ഇലകൾ നല്ല കട്ടിയുള്ളതായിരിക്കും. പിന്നെ അതുപോലെ നല്ല ഒരു പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പിലായിരിക്കും ഇതിൻ്റെ ഇലകൾ വരുന്നത്. ട്രോപ്പിക്കൽ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലകളുടെ കരികളൊക്കെ ഇങ്ങനെ ഞൊറിവുകൾ പോലൊക്കെ കാണപ്പെടും. ഇതിനങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഇത് ഹാർഡി വെറൈറ്റി ആയിട്ടാണ് മനസ്സിലാകുന്നത്. പിന്നെ പൂക്കളൊക്കെ നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ നല്ല പ്ലാസ്റ്റിക് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെറൈറ്റി പേരെനിക്കറിയാൻ വയ്യെങ്കിൽ ഇത് ഹാർഡി വെറൈറ്റി ആണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. എന്തായാലും നല്ല ഭംഗിയായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. രാവിലെ നമ്മൾ മുറ്റത്തിറങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇതുപോലൊരു പൂവ് ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു മനസ്സിന് നല്ലൊരു സന്തോഷമാണ്. അതുപോലെ നമ്മളെ ടെൻഷനെല്ലാം മാറും. ഇതിങ്ങനെ പൂക്കളിങ്ങനെ എല്ലാ പൂക്കളും വിരിഞ്ഞിരിക്കുന്ന പ്രത്യേക സന്തോഷമാണ്. എന്നാലും ഇങ്ങനെ ഇതുപോലെ മഞ്ഞ ഒരു വെറൈറ്റി ആമ്പലൊക്കെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും ഒരു ഭംഗി തോന്നാറുണ്ട്. നല്ലൊരു സന്തോഷം മനസ്സിന് തോന്നും. പിന്നെ ഞാനിതിന് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ചാണകപ്പൊടി ഇങ്ങനെ മുകളിൽ വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിങ്ങനെ 2 ദിവസം ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിന്നിട്ട് പിന്നെ അടിയിലേക്ക് അങ്ങ് സെറ്റാവും. പിന്നെ പൂക്കളുണ്ടാകാനായിട്ട് ഞാൻ പിന്നെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് ഇലകളിങ്ങനെ വരുന്നത് നല്ല വെയിലത്ത് ഒന്നാമത്തെ കാര്യം വെക്കണം. രണ്ടാമത്തെ കാര്യം ഒരുപാട് ഇലകൾ വന്നു കഴിഞ്ഞാൽ മുട്ടുകൾ വരാനൊക്കെ താമസമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ ആവശ്യമില്ലാത്ത ഒരുപാട് വരുന്ന ഇലകളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ പൂക്കളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആ പൂക്കളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അതുപോലെ തന്നെ ഇലകളൊക്കെ പഴുത്ത ഇലകളൊക്കെ മാറ്റി ഒക്കെ കൊടുക്കണം. പിന്നെ എല്ലാ ദിവസവും ഞാൻ ഇതിനകത്ത് മറ്റുള്ള ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും വെള്ളം മാറ്റാറൊന്നുമില്ല. പക്ഷേ ആ വെള്ളത്തിലേക്ക് പുതിയതായിട്ട് കുറച്ച് വെള്ളം കൂടെ എപ്പോഴും ഞാൻ ഒഴിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും എനിക്ക് അത്യാവശ്യമൊക്കെ പൂക്കളൊക്കെ തരാറുണ്ട്. പിന്നെ ചെറിയൊരു സുഗന്ധവുമുണ്ട് ഇതിനിങ്ങനെ വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും. അതൊക്കെയാണ് ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഞാൻ തന്നെ സ്വന്തമായിട്ട് നോക്കിയാണ്. ഇതിനകത്തൊരു ട്യൂബർ പോലെ വന്നു. അപ്പം അതിൻ്റെ ചെറിയൊരു ഭാഗം കട്ട് ചെയ്തിട്ട് വേറൊരു ടബിൽ വെച്ചപ്പോഴത്തേക്കും അവിടെ ഇതുപോലെ തന്നെ പൂക്കൾ എനിക്ക് കിട്ടി. അപ്പം ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എനിക്ക് മനസ്സിലായി. ട്യൂബർ വഴിയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്നുള്ള കാര്യം മനസ്സിലായി. എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.